ഒരു കാർട്ടൂണിസ്റ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യവസ്ഥ എന്താ, രാഷ്ട്രീയ വ്യവസ്ഥ എന്താ? ജനാധിപത്യമായിരിക്കും. ജനാധിപത്യം ഇല്ലെങ്കിൽ കാർട്ടൂൺ ഇല്ല. ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട കാർട്ടൂണുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ സംസ്കാരം എവിടെയെങ്കിലും ഇല്ലാതെ കാർട്ടൂൺ ഉണ്ടാകും. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു പക്ഷേ നമ്മുടെ ദിവസം കാർട്ടൂണിൻ്റെ ആശയം സ്വരൂപിച്ചെടുക്കുന്നതിനേക്കാളും സമയം നമ്മൾ ഏത് വാർത്തയോടാണ് പ്രതികരിക്കേണ്ടത്, വാർത്തയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഇന്നത്തെ കാർട്ടൂണിന് വേണ്ടി എന്നുള്ളത് നോക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവാകുന്നത്. എഴുതുന്ന പത്രപ്രവർത്തകൻ നേരിടുന്ന അതേ പ്രശ്നം ഇവിടെ കാർട്ടൂൺ. സെൽഫ് സെൻസർഷിപ്പ് ആവശ്യമായി വരുന്നുണ്ടോ? സെൽഫ് സെൻസർഷിപ്പ് നടക്കില്ല കാർട്ടൂണിൽ. ഒന്നാമത് ചെറിയൊരു മാധ്യമമാണ്, ഇതിൻ്റെ അകത്ത് നടക്കില്ല. പക്ഷെ പൊതുവെ ഈ പറഞ്ഞ പോലെ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ തോന്നിയ പല കാർട്ടൂണുകളും കൊടുക്കേണ്ടതെന്ന് വയ്ക്കും. ലോകത്തെ എല്ലായിടത്തും ഇടത് പക്ഷം താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൊതുവെ ലിബറലായിട്ടുള്ള മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ചിന്തകൾ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസിയാണ് ഞാൻ. ശരി, വിശ്വസിക്കുന്ന അന്ധവിശ്വാസിയാണ്. അതിന് മറ്റു കാരണങ്ങൾ ചോദിച്ചൊന്നും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഒരു കാർട്ടൂണിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നേരത്തെ ന്യൂയോർക്കിലെ ടവർ പോയതുപോലെ നിങ്ങൾ വ്യക്തി എന്നുള്ള ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങളെ ആകെ അനുഭവത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും സംഭവം, അല്ലെങ്കിൽ അത് മാറ്റിമറിച്ച എന്തെങ്കിലും ഓർക്കുന്നത്? ഒരു സംഭവം പറയാം. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയാണ്. തലേന്നല്ല, ഞാൻ അവിടെ ആ സമയത്ത് ഞാൻ ഈ കുറച്ച് യാത്ര ചെയ്ത് വരയ്ക്കുന്ന സ്കെച്ച് ചെയ്യുന്നൊരു തരം, ഇന്ന് ഗ്രാഫിക് റിപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും പറയാതെ കളർ കോപ്പീസ് ചെയ്യിപ്പിക്കുമായിരുന്നു കാർട്ടൂണിസ്റ്റ്. പലരും എന്നെ എഡിറ്റർമാർ അയക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ കർസേവയൊക്കെ നടക്കുന്നുണ്ട് അവിടെ പോയിരുന്നു. ഞാനവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വെങ്കടേഷ് രാമകൃഷ്ണനൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ആ കാലത്ത് യാത്ര ചെയ്യുക ഇതിന് പോയിരുന്നു. അവിടെ 4-ാം തീയതി വരെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം 3-ാം തീയതി 4-ാം തീയതി ഈ പ്രോസസ്സ് ഇങ്ങനെ ദിവസം കാണാം. ചില റിഹേഴ്സലുകളൊക്കെ ചിലരിങ്ങനെ നടത്തുന്നുണ്ട് ഇതിനെ തകർക്കാൻ. അതൊക്കെ വെറും ജാടയാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇവരിങ്ങനെയൊക്കെ പറയുമെങ്കിലും ആരും ഈ പള്ളി പൊളിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല, ഞങ്ങളെങ്കിലും വിചാരിച്ചില്ല. ദിവസം പ്രസ് കോൺഫറൻസ് അതൊക്കെ ഉണ്ട്. കുറേ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്. പോലീസൊക്കെ സന്നാഹമുണ്ട്. ആർമി ഒരു പോയിൻ്റ് വരെ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചു വന്ന് ഈ സ്കെച്ചസൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഞാൻ ഈ ബാബറി മസ്ജിദിൻ്റെ ഒരുപക്ഷെ അവസാനമൊക്കെ കൈകൊണ്ട് വരച്ചൊരു സ്കെച്ച് എൻ്റെ ആയിരിക്കും. സാധാരണയൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ വരച്ച് അവിടെ നടന്നൊക്കെ കണ്ടൊക്കെ വരയ്ക്കുകയൊക്കെ ആയിട്ട് ചിലർക്ക് ചെറിയ ഒരു റിപ്പോർട്ടൊക്കെ എഴുതി അയച്ചു. അപ്പോൾ ഇത് തകർന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അല്ല അവിടെ ഇല്ല. അന്ന് ഞാൻ 4-ാം തീയതി തിരിച്ചു വന്നു. ഇതിങ്ങനെ 6-ാം തീയതി ഒന്നും നടക്കില്ല, അത് വേറെ നിൽക്കണ്ട. എനിക്ക് വന്ന് അന്ന് ഫാക്സ് ഒഴിച്ച വേറെ ഈ വര അയക്കാനുള്ള ഇമെയിൽ സ്കാനിങ് ഒന്നുമില്ല. ഫാക്സിൽ ഇത് അയച്ചതിൻ്റെ നല്ല കോപ്പി ഒന്നും ആയിരിക്കും. അപ്പോൾ 6-ാം തീയതി എന്തൊക്കെ ചെയ്യുന്നതാണല്ലോ പറയണത്. അപ്പോൾ 6-ാം തീയതിയൊക്കെ നമുക്കിത് പത്രങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യപ്രകാരം ഞാൻ തിരിച്ചു വന്നതാണ് ഈ വരച്ച സാധനമൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് തകർച്ച നടക്കുന്നത്. തകർച്ച നടക്കുമ്പോൾ അതൊരു വലിയ ആഘാതമായിരുന്നു. ഇന്ത്യയിൽ എല്ലാവർക്കും ആയിരുന്നു. കാർട്ടൂണിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും, ഇങ്ങനെ യാത്ര ചെയ്യാത്ത കാർട്ടൂണിസ്റ്റുകൾക്ക് ഇതേ ആഘാതം ഉണ്ടായി. അതുകൊണ്ട് ഒരു വർഷം 92 ഡിസംബർ 6-ലാണല്ലോ നടക്കുന്നത്. 93 മുഴുവൻ ഇന്ത്യൻ കാർട്ടൂണിന് ഒരർത്ഥത്തിൽ ഇത്ര ദുഃഖകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും കാർട്ടൂണിൻ്റെ ഒരു സുവർണ്ണകാലമായിട്ട് ഇത് മാറി ഒരർത്ഥത്തിൽ. കാരണം സകല പത്രങ്ങളും ഇന്ത്യ ഒട്ടാകെ, ദേശീയ പത്രങ്ങളും പ്രാദേശിക പത്രങ്ങളും ചെറിയ പത്രങ്ങൾ പോലും, ജില്ലാതലത്തിലിറങ്ങിയ പത്രങ്ങൾ പോലും അതിശക്തമായ കാർട്ടൂണുകൾ ഉണ്ടാവുകയും വലതുപക്ഷ പത്രാധിപന്മാർ പോലും അത്തരം കാർട്ടൂണുകൾ അച്ചടിക്കുകയും ചെയ്തു. ഒരു വർഷത്തോളം നീണ്ടു. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എന്തായാലും ഒരു രാഷ്ട്രീയത്തെ ഏറ്റവും അടുത്ത് ആഴത്തിൽ കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അതുണ്ടാക്കിയ മാറ്റം എന്താണ്? അത് നമ്മളെ ആകെ മാറ്റിമറിച്ച ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകതരം ഭൂരിപക്ഷ രാഷ്ട്രീയം, മതരാഷ്ട്രീയം ഒരു സ്വീകാര്യമായ രാഷ്ട്രീയമായിട്ട് വളർന്നു വന്നു എന്നുള്ളതാണ്. അതിനിയും അല്ലാതായിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം, കംപ്ലീറ്റ് കെമിക്കൽ ചേഞ്ച്, ശരിക്കും പരിണാമം ഉണ്ടാക്കിയ കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വരകളിലും ഒക്കെ അത് ആ രീതിയിൽ. അതായത് ഇപ്പോൾ എല്ലാവരും അഷുറൻസ് കൊടുത്തല്ലോ. ഇത് ബന്ധപ്പെട്ട് ഇതൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രതിഷേധമല്ലേ അത്. പ്രതിഷേധിക്കാൻ അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഭരണഘടനയുടെ
കീഴേ നിൽക്കുന്ന രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ കൊടുത്ത അഷുറൻസ് എല്ലാവരും വയലേറ്റ് ചെയ്തില്ലേ? വയലേറ്റ് ചെയ്തു. പിന്നെ കോടതി അതിനെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ അന്യൂനമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മുടെ അതിൽ പ്രശ്നം ഒരു ക്രൈം നടന്നു എന്നുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ക്രൈമിനോടുള്ള പ്രതികരണം ത്തിനിടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എത്ര കണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് നമ്മൾ ആ കുറ്റകൃത്യത്തെ നേരിട്ടെന്നുള്ളിടത്താണ് എൻ്റെ പ്രശ്നം. അതിൻ്റെ നാടകീയത മാറ്റി വെച്ചാൽ അതിൻ്റെ പ്രശ്നം അതാണ്. കുറ്റകൃത്യം നടക്കും, എല്ലായിടത്തും പലതൊക്കെ നടക്കും. അത് വല്ലവരുമൊക്കെ വല്ലതൊക്കെ ചെയ്യും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊന്നും നമുക്ക് രാഷ്ട്രീയത്തിലോ ചരിത്രത്തിലോ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വലിയ രാജ്യമായിട്ടുള്ള നമുക്ക് അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇന്ത്യ അത്ര ചെറിയ രാജ്യമൊന്നും അല്ലല്ലോ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കുറ്റകൃത്യം നടന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഒരു ആരാധനാലയം പരസ്യമായി പൊളിച്ചടുക്കി. അപ്പോൾ അത് കുറ്റമല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യും, ഒരു കുറ്റകൃത്യത്തെ കൈകാര്യം ചെയ്യാൻ അന്ന് തന്നെ ഏതാണ്ട് ഒരു 10-45 കൊല്ലം നിലനിന്നൊരു ഭരണഘടനയാണ് അംബേദ്കറും കൂട്ടിനും നമുക്ക് തന്നത്. ശക്തമായ ഭരണഘടന. അതിൻ്റെ 75-ാം വർഷം നമ്മൾ അഭിമാനത്തോടുകൂടി ഇപ്പോഴും പറയുന്നു. ശരാശരി ആയസ് ഒരു ഭരണഘടനയുടെ ലോക ചരിത്രത്തിൽ 19 വർഷമാണ്. നമ്മളതിൻ്റെ എത്രയോ മടങ്ങ് ഈ ഭരണഘടന കൊണ്ടുനടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഭരണഘടനയും നിയമവ്യവസ്ഥയുള്ളൊരു രാജ്യം ഇതിനോട് പ്രതികരിച്ച രീതിയിലാണ് എനിക്കുള്ള പ്രതിഷേധം. സത്യമായിട്ടും ഒരു ഭരണഘടനയോടുള്ള ഒരു അനീതി അല്ലെ? ഭരണഘടന അത് ഇത്രയും ശക്തമായിട്ട് പ്രതികരിച്ചാൽ പോരായിരുന്നു ഭരണകൂടങ്ങൾ. പിന്നീട് വന്ന ഭരണകൂടമോ നമ്മുടെ കോടതിയോ നീതിന്യായ സംവിധാനമോ ഒക്കെ. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ അവിടെയാണ് ഒരു ചോദ്യം, ഒരു പൊളിറ്റിക്കലി ഒരു ചോദ്യം. അടിയന്തരാവസ്ഥ ഭരണഘടനാപരമായ സാധ്യതകൾ ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കി. ഇതേപോലെ ഭരണഘടനാപരമായിട്ട് നമുക്ക് നേരിടാനും കുറ്റവിചാരണ ചെയ്യാനും സാധ്യമായിരുന്ന ഒരു സംഗതിയെ നമ്മളത് ഉപയോഗിക്കാതെ നടത്തി. രണ്ടാമത്തെ ഒരു വലിയ ക്രൈമായിട്ട് അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വളരെ ആദ്യത്തെ ക്രൈമിനേക്കാളും വലിയ ക്രൈമാണ് രണ്ടാമത്തെ ക്രൈം. ആദ്യത്തെ ക്രൈമിനെ കോടതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. കോടതിയിൽ ഇന്ദിരാഗാന്ധി ഈ ഒരു തെരഞ്ഞെടുപ്പ് കേസിൻ്റെ പ്രതികരണമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഡിസ്റ്റോർഷൻസിന് ചാലഞ്ച് ചെയ്യപ്പെടും. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഒരു ഗുണവും കിട്ടി. നമുക്ക് ഈ ബേസിക് സ്ട്രക്ചർ എന്ന ഒരു ഡോക്ട്രിൻ അതിൻ്റെ ഫലമായിട്ട് കോടതി നമുക്ക് തന്നു. സുപ്രീം കോടതി അങ്ങനൊന്നും സാധനം ഉണ്ടാക്കി തന്നു, വ്യക്തമായിട്ട് തന്നു. നിങ്ങൾ ഭരണഘടനാ ഭേദഗതി നടത്തുമ്പോൾ ഇങ്ങനെ ഒരു അടിസ്ഥാന രേഖയുണ്ട്, അടിസ്ഥാന ഘടന ഉണ്ട്. അടിസ്ഥാന ഘടനയുടെ പുറത്ത് നിങ്ങൾക്കൊന്നും പാടില്ല. അത് മാനിച്ചുകൊണ്ട് തന്നെ ചെയ്യണമെന്നും ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പല കോടതി വിധികൾ വഴി ഒരു സമ്പന്നമായിട്ടുള്ളൊരു ബലപ്പെടുത്തി ഒരു സാധനം കിട്ടി, ധാരണകൾ കിട്ടിയും. ഇതല്ല, ഇത് ഒന്നും നടക്കാത്ത പോലെ ഒക്കെ ആണിത് പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും നമ്മളൊരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. ഒരു പക്ഷേ ജനാധിപത്യവും കാർട്ടൂണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് സംസാരിക്കേണ്ടി വരും. ഒരു കാർട്ടൂണിസ്റ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യവസ്ഥ എന്താ, രാഷ്ട്രീയ വ്യവസ്ഥ എന്താ? ജനാധിപത്യമായിരിക്കും. ജനാധിപത്യം ഇല്ലെങ്കിൽ കാർട്ടൂൺ ഇല്ല. ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട കാർട്ടൂണുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ സംസ്കാരം എവിടെയെങ്കിലും ഇല്ലാതെ കാർട്ടൂൺ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം മാറി വരുന്ന ഒരു ജനാധിപത്യത്തിന് ശോഷണം സംഭവിച്ച ഒരു പക്ഷേ അമിതാധികാര പ്രയോഗങ്ങൾ നടക്കപ്പെടുന്ന ഒരു കാലത്താണ് നിങ്ങൾ വരക്കുന്നത്, ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. അത് നിങ്ങളുടെ കാർട്ടൂണിസ്റ്റ് എന്ന രീതിയിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് കാരണം കാർട്ടൂൺ ഒരു സ്റ്റാൻഡ് അലോൺ ആർട്ട് പ്രാക്ടീസ് അല്ല. കാരണം നല്ല പത്രപ്രവർത്തനം നടക്കണം, നല്ല തലവാചകങ്ങൾ വരണം പത്രങ്ങളിൽ, നല്ല വാർത്ത റിപ്പോർട്ടിങ്. ആദ്യം അടിസ്ഥാനപരമായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടണം മാനമര്യാദയ്ക്ക്. ഫേക്ക് ന്യൂസൊന്നും അതൊക്കെ ഫാക്ട് ചെക്കിങ്ങൊക്കെ ഭേദപ്പെടണം. ക്വാളിറ്റി ഓഫ് ജേർണലിസം നന്നാവണം. പ്രതിഷേധത്തിൻ്റെ ഒരു അന്തരീക്ഷം ക്യാമ്പസുകളിലോ സിവിൽ സൊസൈറ്റിയിലോ ഒക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ചർച്ചകൾ ഉണ്ടാവണം സജീവമായിട്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കാർട്ടൂൺ. ഇതിനെയൊക്കെ ചൂഴ്ന്നു നിൽക്കുന്നൊരു അധികായനൊന്നും അല്ല കാർട്ടൂണിസ്റ്റ്. ഇതിൻ്റെയൊക്കെ ഭാഗമാണ് കാർട്ടൂൺ. ഇങ്ങനെ ഒരു പൊതുവേദിയിലോ സാധാരണ ഒരു ചായക്കടയിലോ നടക്കുന്ന സംഭാഷണത്തിൻ്റെ ആ അന്തരീക്ഷം ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് കാർട്ടൂൺ. ഇതൊരു പോപ്പുലർ ആർട്ട് ഫോം, ജനകീയ കലയാണ്. അതിന് എത്ര കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ഒരു അംശം ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലൊക്കെ കയറി വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ വന്നിട്ടുണ്ട്. IIT പോലുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ വന്നിട്ടുണ്ട്.
ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം കയറി വന്നാൽ പിന്നെ അവിടെ കാർട്ടൂൺ ഇങ്ങനെ നിൽക്കും. ചർച്ചകളുണ്ടാവില്ല, തുറന്ന സംഭാഷണങ്ങളില്ല, നിങ്ങൾക്ക് വിയോജിപ്പുകളില്ല. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ചിരി വളരെ രഹസ്യമായിട്ട് ചിരിക്കേണ്ടി വരും. അല്ലെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു ഭയം എപ്പോഴെങ്കിലും ഈ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്കൊരു ഭയം, അങ്ങനെ ഞാനിതിനെ പേഴ്സണലൈസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചോദിച്ചത് വരച്ചതിൻ്റെ ഫലമായിട്ട് അല്ല, എന്തെങ്കിലും വരച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ ആരും അങ്ങനെ ഉദ്ദേശിച്ചു. കാരണം ഞാനിപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണല്ലോ, എല്ലാ കാലത്തും ആയിരുന്നതുകൊണ്ട് ഒരു ഷോക്ക് അബ്സോർപ്ഷൻ ഉണ്ട്. അത് വല്ല എഡിറ്റർമാരൊക്കെ സഹിച്ച് കാണും, അല്ലെങ്കിൽ പ്രസാധകരോ. എനിക്കിത് എന്നെ ആരും അങ്ങനെ നേരിട്ട് ഉപദ്രവിച്ചില്ല. പക്ഷേ നേരിട്ട് ഉപദ്രവിക്കാവുന്നതാണ്. കാരണം ഒറ്റയ്ക്ക് വരയ്ക്കുന്ന ഒരാൾ നേരിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം നെറ്റിലൊക്കെ, പണ്ടത്തെ പോലെ ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരാളെ ഇവർ നേരിട്ട് കൈകാര്യം ചെയ്യും. ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഒന്നൊന്നുമല്ല, റിപ്പോർട്ട് ചെയ്ത് പോയതും ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു അടിസ്ഥാനപരമായിട്ട് ഒരു മിഥ്യ, ഒരു ഭരണകൂടം ഉണ്ടാക്കുന്ന മിഥ്യയെ പൊളിക്കുക എന്ന് പറയുന്നത് കാർട്ടൂണിസ്റ്റിൻ്റെ ഒരു പണിയാണല്ലോ. അതെ. അപ്പോൾ നിലവിലിപ്പം മൊത്തം മിഥ്യകളാണ്, നിരന്തരം മിഥ്യകൾ മാത്രം അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് മാത്രം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പണി എത്ര ക്ലേശകരമാവുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബുദ്ധിമുട്ടാണ്, കാരണം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരു പക്ഷേ നമ്മുടെ ദിവസം കാർട്ടൂണിൻ്റെ ആശയം സ്വരൂപിച്ചെടുക്കുന്നതിനേക്കാളും സമയം നമ്മൾ ഏത് വാർത്തയോടാണ് പ്രതികരിക്കേണ്ടത്, വാർത്തയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഇന്നത്തെ കാർട്ടൂണിന് വേണ്ടി എന്നുള്ളത് നോക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത്. കാരണം രാവിലെ വന്ന വാർത്ത ചിലപ്പോൾ ഉച്ചയ്ക്ക് നിഷേധിക്കപ്പെടും, പലതും സംഭവിക്കും, അത് ഫേക്കാണെന്ന് മനസ്സിലാവും, വ്യാജ വാർത്തയെന്ന് മനസ്സിലാവും. അങ്ങനെ കുറേ റിസ്ക് ഉണ്ട് ഇപ്പോൾ. ഇത് പ്രശ്നമാണ് താങ്കൾ പറഞ്ഞ. അതുപോലൊരു അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ജേർണലിസം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ള വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ, കാർട്ടൂണിസ്റ്റ് ജേർണലിസ്റ്റ് കൂടി ആയതുകൊണ്ട് ഇന്ത്യയിലെ ജേർണലിസത്തെക്കുറിച്ച് ഉള്ള എന്തെങ്കിലും ആകുലതകളോ എന്തെങ്കിലും അങ്ങനെ മൊത്തത്തിൽ മോശമായി എന്ന് എനിക്ക് ഒന്നാമത് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാൻ ഓഫ്കോഴ്സ് എനിക്ക് പരിമിതികളുണ്ട്, ഞാനൊരു ഇൻസൈഡറാണ്, ഇൻസൈഡർ വ്യൂ പറയും. ഞാൻ ഒരു മാനദണ്ഡം വെച്ച് മാത്രം പറഞ്ഞാൽ ഓരോ 5-10 കൊല്ലം നമ്മൾ കാണുന്ന പുതിയ കുട്ടികൾ പത്രപ്രവർത്തനത്തിൽ വരുമ്പോൾ അവരുടെ പ്രതിഭയ്ക്കൊന്നും ഒരു കോട്ടം തട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അവരുടെ മൂല്യങ്ങൾക്കും എന്തെങ്കിലും ചുതിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് രണ്ടും മീഡിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും നമ്മൾ കാർട്ടൂണിൻ്റെ ഡിബേറ്റിലൊക്കെ ആൾക്കാർ എപ്പോഴും താങ്കൾ തന്നെ കണ്ടു കാണും, നമ്മൾ വായനക്കാരുമായിട്ട് ചെന്ന ഇൻട്രാക്ഷനിലൊക്കെ ഒരു ചോദ്യം, നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിന് കാർട്ടൂണിലെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ മോദിക്ക് ഇഷ്ടമാണ്, പിണറായി വിജയന് കാർട്ടൂണിന് ഇഷ്ടമാണ്, നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് കാർട്ടൂണിന് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിലാണ് 70-75 കൊല്ലം പഴക്കമുള്ളൊരു ജനാധിപത്യ രാജ്യം കാർട്ടൂണിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്ത്തിൻ്റെ പേരിലല്ലേ, ഒരു സാധാരണ വർക്ക് പ്രാക്ടീസായിട്ട് കാണുകയും അതിന് കൊടുക്കാവേണ്ട മാന്യത കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ മന്ത്രിക്ക് ഇഷ്ടമാണോ തന്ത്രിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാർട്ടൂണിനെ അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പറ്റുമോ? ഇതേ പ്രശ്നമൊക്കെ തന്നെ ജേർണലിസ്റ്റിലും ഉള്ളത്. മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളോ മൊത്തത്തിൽ ജനാധിപത്യത്തിലുണ്ടാകുന്ന കോട്ടങ്ങളോ കാരണമാണ് ഈ പത്രപ്രവർത്തനത്തിൽ മാറ്റമല്ല, പത്രപ്രവർത്തനത്തിന് പലർക്കും അവർക്ക് സാധിക്കുന്ന കാര്യമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പരിമിതികളാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പാണ്, ഞാൻ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് പത്രപ്രവർത്തനത്തിൽ കണ്ടിട്ടുള്ള എഴുതാൻ വരുന്ന ആൾക്കാരോ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നവരോ അസാമാന്യ വൈദഗ്ധ്യമുള്ള റിപ്പോർട്ടേഴ്സില്ല, ലോ റിപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അവരൊക്കെ സ്കോളർലിയാണ്. ചരിത്രവുമൊക്കെ പഠിക്കുക, ശാസ്ത്രം റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, എൻവയൺമെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ അസാമാന്യം എന്നുമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് അവർക്ക്. അതുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഈ പൊളിറ്റിക്കലി ഒരു ഭരണവിരുദ്ധ അല്ലെങ്കിൽ പ്രതിപക്ഷമായി നിൽക്കുക എന്ന് പറയുന്നതിൽ നിന്ന് പത്രമാധ്യമങ്ങൾ അതിന് ഒരു പത്രപ്രവർത്തകൻ മാത്രം എടുക്കുന്ന തീരുമാനമല്ല, പ്രസാധകനും കൂടി എടുക്കേണ്ടത്. ഒരു പ്രസാധകൻ പബ്ലിഷർ എടുക്കേണ്ട തീരുമാനം. ആ ഒരു ചാലഞ്ച് ഇല്ല ഇപ്പോൾ? ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ഭയം ഉളവാക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് വേറിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നും അടിസ്ഥാന പ്രശ്നത്തിൽ ഭയപ്പെടുത്തി ഭരിക്കാനുള്ള സാധ്യത ഒരു രാഷ്ട്രീയക്കാരൻ കാണും. വളരെ സിമ്പിളായിട്ട് പറയാം, അതാണ് കാരണം. ഭയപ്പെടുത്തി ഭരിക്കാനുള്ള സാധ്യത ദേശീയ തലത്തിലോ പ്രാദേശിക തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഒരാൾ കണ്ടെത്തിയാൽ പിന്നെ അവിടെ സ്വതന്ത്ര പത്രപ്രവർത്തനമോ കാർട്ടൂണോ ഒന്നും നടക്കില്ല. ഈ ഭയപ്പെടുത്തി ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയത്
ഒരുപക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ബാബറി മസ്ജിദിൻ്റെയൊക്കെ അതിനോട് കഴിഞ്ഞിട്ടില്ലായിരിക്കാം അല്ലേ? അല്ല, അതൊരു പ്രധാന ഫാക്ടറാണ്. പ്രധാന കോൺഗ്രസ്, നമുക്ക് കോൺഗ്രസിന് എടുത്തിയാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു സംസ്കാരം അടിസ്ഥാനപരമായിട്ടുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ അതിലും ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. സത്രപ്സൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരെങ്ങനെ ഭരിച്ചു എന്ന് നമുക്കറിയില്ല. ഈ പ്രാദേശിക തലത്തിലുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് സിദ്ധാർത്ഥ് ശങ്കറെ അത് ചെയ്തിരുന്നു ബംഗാളിൽ. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരനും ഇവിടെ ചെയ്തു. പക്ഷേ അടിയന്തരാവസ്ഥയായിരുന്നു. അപ്പോൾ ജനാധിപത്യ എക്സെപ്ഷനായിട്ട് വേണമെങ്കിൽ കാണാം. അടിയന്തരാവസ്ഥയുടെ പുറത്ത് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ കേരളത്തിലൊക്കെ നമ്മളങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല. കാഡർ പാർട്ടികൾ ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ എവിടെയും DMK എവിടെയായാലും കാഡർ പാർട്ടികൾക്കാണ് ഈ ഒരു സ്വഭാവം കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. ഇടതുപക്ഷത്തിനടക്കമുണ്ട്. കാഡർ പാർട്ടിക്ക് ഒരു ഗുണമോ ദോഷമായിട്ട് പറയാവുന്നത്, അവർക്ക് ഈ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പ് വരെ വരാൻ പറ്റുമല്ലോ. അവർക്ക് അടിസ്ഥാന ഘടകങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയപ്പെടുത്താൻ പല രീതികളുണ്ട്. നിങ്ങളുടെ മോൻ ഏത് സ്കൂളിലാണ് പോകണമെന്ന് ചോദിച്ചാൽ മതിയല്ലോ, മോൾ ഏത് സ്കൂളിലാണ് പോകണമെന്ന്, അത് മതി. അങ്ങനെയുള്ള കഴിവ് അവർക്കുണ്ട്. അവരെല്ലാവരും അത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാകാനുള്ള സാധ്യത ഇന്ത്യയിൽ എന്നത്തേക്കാളേറെ ഇന്നുണ്ട്. ഇന്ന് പലയിടത്തും ഭയപ്പെടുത്തി ഭരിക്കുന്ന സമ്പ്രദായങ്ങളും ഉണ്ട്. ഭയപ്പെടുത്തി ഭരിക്കുന്നതിൽ ഒരു എന്താ പറയുന്നത്, അതൊരു സൗകര്യമായി കണക്കാക്കുന്ന ഭരണാധികാരികളുണ്ട്. ഭരണാധികാരി എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു സംസ്കാരമായി മാറിയാൽ ആരും ചെയ്യും. ഇപ്പോൾ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനെ പറ്റി പല പത്രങ്ങളിലും വരുന്ന മുഖപ്രസംഗങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേശീയ പത്രങ്ങൾ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനെ പറ്റി മുഖപ്രസംഗങ്ങൾ എഴുതേണ്ട ഒരു അവസ്ഥ വന്നു. സാധാരണ അത് എഴുതുക നല്ലത് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ലതാണ്, അതൊരു നല്ല സംവിധാനമാണെന്നോ അതിന് നിയമപരമായിട്ട് അടിത്തറ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണല്ലോ സാധാരണ നമ്മൾ മുഖപ്രസംഗം എഴുതേണ്ടത്. ഇതങ്ങനെയല്ല. ഇവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, ഇവരുണ്ടാക്കുന്ന ജനാധിപത്യ ധ്വംസനം, മനുഷ്യാവകാശ നിഷേധം, അതായത് ഒരു കലക്റ്റീവ് ഒരു ഉണ്ടായാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു സംഘടന ഉണ്ടാക്കിയാൽ സംഘടനയുടെ സംസ്കാരത്തിനകത്ത് ഈ ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ള സാധനം ആദ്യത്തെ പ്രവർത്തന രീതിയായിട്ട് വന്ന പിന്നെ എന്ത് ചെയ്യും? ആദ്യത്തെ ചോയ്സ് ആയിട്ട് വന്ന എന്ത് ചെയ്യും? അതിവിടെയും പറ്റും. ഇവിടെയാണത് ഏറ്റവും ഒരാളെ ഹേർട്ട് ചെയ്യുക ചിലപ്പോൾ. കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇത്തരം സംഘടനകളാണ്. പ്രധാനമന്ത്രി ഒന്നും വന്ന് ഇപ്പം പ്രധാനമന്ത്രിക്ക് എന്നെ അറിയില്ല, പക്ഷേ എൻ്റെ വാർഡ് മെമ്പർക്ക് അറിയും. റെസിഡൻറ്റ് അസോസിയേഷൻ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒക്കെ എന്നെ അറിയും. ഞാൻ പറഞ്ഞ അതൊരു പാൻഡമിക് പോലെ നമ്മുടെ താഴോട്ട് വരും. അതായത് ഈ കാലത്ത്, നമ്മുടെ കാലത്ത് ഏറ്റവും വലിയ ഒരു കേരളത്തിലൊക്കെ പറ്റിയിട്ടുള്ളൊരു വലിയ അപജയം, ബുള്ളി ഈസ് ക്ലോസ് ടു യുവർ ഡോർ സ്റ്റെപ്പ്. നമ്മളെ ബുള്ളി ചെയ്യണ ആൾ നമ്മുടെ ഡോർ സ്റ്റെപ്പിന് അടുത്ത് വരികയും അതിനാനുപാതികമായിട്ട് ഭരണ സംവിധാനമോ നീതിന്യായ വ്യവസ്ഥയോ ഒരു തരത്തിലും പ്രതികരിക്കാൻ സന്നദ്ധരാകുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലായിടത്തും നടക്കണം. വികേന്ദ്രീകരണം മോശം കാര്യമല്ല, നമുക്കും കൂടെ വേണ്ടിയല്ലേ നടക്കുന്നത്. പക്ഷെ അതിനാനുപാതികമായിട്ട് ഈ നിയന്ത്രണ സംവിധാനം ഇല്ല, റെഗുലേറ്ററി ഡെമോക്രാറ്റിക്കായി ഒന്നുമില്ല. ഈ ഡെമോക്രാറ്റിക് ശോഷണം വലിയ രീതിയിൽ നടന്നിട്ടുണ്ടോ? ഇപ്പം എങ്ങനെയാണ്? ഇപ്പം അതൊക്കെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങളല്ലേ ഇപ്പം പറഞ്ഞു. പിന്നെ ഈ വർഗീയത നിങ്ങളുടെ ഒരു ആദ്യകാലത്ത് വലുതായിട്ട് ഉണ്ടാവാതിരുന്നൊരു കാര്യമായിരിക്കാം. നിങ്ങളുടെ പ്രൊഫഷൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇപ്പം 2000 വരെയൊന്നും അല്ലെങ്കിൽ 90 വരെ ഇല്ല. എങ്ങനെയാണ് വർഗീയതയുടെ ഒരു വളർച്ച? വർഗീയത അന്നുമുണ്ട്, പക്ഷേ അന്നതൊരു എക്സെപ്ഷണലായിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇപ്പോൾ വർഗീയ കാരണങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതിനെയൊക്കെ നമ്മൾ വിമർശിച്ച് കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു. വർഗീയം എന്ന് പറയുമ്പോൾ ജാതീയവും കൂടി. പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ബാബറി മസ്ജിദ് കഴിഞ്ഞിട്ടുള്ള മതരാഷ്ട്രീയം, ഭൂരിപക്ഷ മതം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനെ ജാതി ചെറുക്കുന്ന ഘടകമായിട്ട് മുലായം സിംഗും ലാലും ഒക്കെ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ജാതി രാഷ്ട്രീയത്തെ വേറെ രീതിയിൽ കണ്ടിട്ടുമുണ്ട് കാർട്ടൂണിസ്റ്റുകൾ, പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പം രാഷ്ട്രീയം പൊളിറ്റിക്കലായിട്ടാണ് നമ്മൾ ജാതിയും മതത്തെയൊക്കെ കാണുന്നത്, അല്ലാതെ മതപരമായിട്ട് കാർട്ടൂണിസ്റ്റുകൾ അതിനോട് പ്രതികരിക്കുന്നില്ല. അല്ല, അത് രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ വർഗീയ നേതൃത്വമോ കാർട്ടൂണിനെ അങ്ങനെ കാണുകയോ കാർട്ടൂണിസ്റ്റിനെ അവർ നേരിടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ചെയ്ത ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട്. ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു എളുപ്പത്തിൽ പറയാമല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെക്കുറിച്ച് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ അയാൾ ഒരു നയപരിപാടിക്കെതിരെ വരയ്ക്കുമ്പോൾ ആ നയപരിപാടി എന്തെങ്കിലും തരത്തിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമാണെന്നുള്ളതുകൊണ്ടാണോ, നിങ്ങൾ ഹിന്ദു വിരുദ്ധനാണോയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധനാണോ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കും ആൾക്കാർ. അതൊക്കെ അങ്ങനെയൊക്കെയാണ്. പിന്നെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു
എഴുതുന്ന പത്രപ്രവർത്തകൻ നേരിടുന്ന അതേ പ്രശ്നം ഇവിടെ അങ്ങനെ ഒരു സെൽഫ് സെൻസർഷിപ്പ് ആവശ്യമായി വരുന്നുണ്ടോ? സെൽഫ് സെൻസർഷിപ്പ് നടക്കില്ല കാർട്ടൂണിൽ. ഒന്നാമത് ചെറിയൊരു മാധ്യമമാണ്, അതിൻ്റെ അകത്ത് നടക്കില്ല. പക്ഷെ പൊതുവെ ഈ പറഞ്ഞ പോലെ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ തോന്നിയ പല കാർട്ടൂണുകളും കൊടുക്കേണ്ടതെന്ന് വയ്ക്കും. അതാ ഞാൻ ചോദിച്ചത്. അത് നടക്കും. ഈ ഭയം, രാഷ്ട്രീയമായ ഭയത്തിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം വളർന്നിട്ടുള്ളതാണ് ഈ വർഗീയമായ ഭയം. നമുക്ക് അത് രാഷ്ട്രീയമാണ്, അത് വർഗീയം. എന്ന് വെച്ചാൽ ശരിക്കും ഇവിടെ ഈ പലപ്പോഴും ഈ ഹിന്ദുവും മുസ്ലിമും തമ്മിലൊന്നും ഒരു പ്രശ്നവും നിത്യജീവിതത്തിലൊന്നുമില്ല. അതിന് വർഗീയത എന്ന് വിളിക്കുന്ന പോലും തെറ്റാണ്. സത്യം പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ സാധ്യതകൾക്ക് വേണ്ടിയോ വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ആൾക്കാർ ചെയ്യുന്ന ഒരു കുറ്റകൃത്യമായിട്ട് തന്നെ കാണണം ഇത് മൊബിലൈസ് ചെയ്യുന്നതിന്. അല്ലാതെ ഇതിനെയൊക്കെ അതിനപ്പുറത്തും പറയാവുന്ന വർഗീയ ഇത് നടന്നിട്ടില്ല ഇന്ത്യയിൽ. ഉണ്ടായിട്ടുണ്ടാവും. തീക്ഷ്ണമായ സമയത്ത് ആൾക്കാരെ നിങ്ങൾ പ്രകോപിപ്പിച്ച് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. അത് വർഗീയ കാര്യം മാത്രമല്ല, പലതരത്തിലുള്ള ഈ ദേശസ്നേഹം എന്ന് പറഞ്ഞ ഒരു വികാരത്തെ, വർഗീയമല്ല മതവികാരം എന്ന് പറഞ്ഞാൽ മതി, മതം മോശമൊന്നുമല്ലല്ലോ. ആൾക്കാർക്ക് മതത്തിൻ്റെ വിശ്വസിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ഇതേപോലെ തന്നെ ദേശസ്നേഹം മോശപ്പെട്ട കാര്യമല്ല, നല്ല കാര്യമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷെ അതിൻ്റെ മുകളിൽ ഇപ്പം മെക്കാർത്തിയുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയതുപോലെ അമേരിക്കൻ ആക്ടിവിറ്റീസിന് മോണിറ്റർ ചെയ്യാൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ആൾക്കാർ അതിൻ്റെ പേരിൽ കുറ്റാരോപണം നടത്തി ശിക്ഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ഹിസ്റ്റീരിയ ഉണ്ടാവുമല്ലോ. മെക്കാർത്തീസ് എന്നുള്ള വാക്ക് തന്നെ ഹെർബ്ലോക്ക് എന്നുള്ള കാർട്ടൂണിസ്റ്റ് ഉണ്ടാക്കിയത്. അതുപോലൊരു ഒരു 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 പുതിയ പ്രതിസന്ധി അല്ലെങ്കിൽ പുതിയൊരു ഇതായിട്ട് വരുന്നതാണ് ജുഡീഷ്യറിയുടെ ഇടപെടൽ. നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സംഗതികളിലും അന്തിമ തീർപ്പ് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഇൻവോൾവ് ആവുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, നിങ്ങളിലൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇത് താങ്കൾ പറയുന്ന അതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റൊക്കെ ഞങ്ങൾ അസസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ചില സുപ്രീം കോടതി വിധി തെറ്റാണെന്ന് എഡിറ്റോറിയൽ വ്യൂ ഉണ്ടാകുന്ന പോലെയൊക്കെ കാർട്ടൂണിസ്റ്റുകളും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് വിധികളെക്കുറിച്ച്. പക്ഷേ ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജുഡീഷ്യറിയോട് പരാതി കുറവാണെന്ന് മാത്രമല്ല, ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ ഞങ്ങൾ കടപ്പാടുണ്ട് നമുക്ക് ഒരു കാർട്ടൂണിസ്റ്റിന്. കാരണം ഇന്ത്യയിൽ അസന്ദിഗ്ധമായിട്ട് കാർട്ടൂൺ ഈസ് എൻ ആർട്ട് ഓഫ് റിഡിക്യൂൾ. അത് മനസ്സിലാക്കി കൊണ്ടുവേണം കാർട്ടൂണിനെതിരെ കേസ് കൊടുക്കാൻ, കാർട്ടൂണിസ്റ്റുകൾക്കെതിരെ എന്ന് പറഞ്ഞ ഒരു കേസ് ലോ നമുക്കുണ്ട്, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. മധുരൈ ബെഞ്ച് ഓഫ് മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ മധുരൈ ബെഞ്ചിൽ ജസ്റ്റിസ് സ്വാമിനാഥിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റുണ്ട്. അസാമാന്യം ബ്രില്യൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റാണ് അത്. കാർട്ടൂൺ പരിഹാസത്തിൻ്റെ ആർട്ടെന്നല്ല, റിഡിക്യൂളിൻ്റെ. ഈ കാർട്ടൂണിസ്റ്റ് ഹാസ് എ റൈറ്റ് ടു റിഡിക്യൂൾ. പരിഹസിക്കാനുള്ള അവകാശമല്ല. നിങ്ങളെ റിഡിക്യൂളിന് മലയാളം അങ്ങനെ ആ രീതിയിൽ ശരിക്കും പരിഹസിച്ച് കൊച്ചാക്കാൻ ഉള്ള അവകാശമുണ്ടെന്നും അങ്ങനെ അത് അയാളുടെ പ്രാക്ടീസിൻ്റെ ഭാഗമാണെന്നും സർക്കാസും സറ്റയറിൻ്റെയും ഭാഗമാണെന്നും മനസ്സിലാക്കി വേണം. ഇതിനൊരു ലീഗൽ ആർക്കിടെക്ചറുണ്ട്. വേറൊരു അഭിപ്രായ പ്രകടനമല്ല ജഡ്ജ് നടത്തിയത്. മനോഹരമായ ഒരു 5-6 പേജുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. അത് കൂടുതൽ മാധ്യമ വിദ്യാർത്ഥികളും പൊതുജനമൊക്കെ അറിയുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഡെഫമേഷൻ, മാനനഷ്ടത്തിന് പറഞ്ഞ കേസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും അവഹേളിച്ചു എന്നൊക്കെ പറഞ്ഞ്, ഈ അപഹേളനത്തിനും മാനനഷ്ടത്തിനുമുള്ള നിയമപരമായ മാനദണ്ഡങ്ങളിൽ ഏറ്റവും വലിയ മാനദണ്ഡം മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ അവർ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. പിന്നെ അതിരസകരമായ ഒരു ജഡ്ജ്മെൻറ്റാണത്. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റിസ് കൗൾ MF ഹുസൈൻ്റെ ആർട്ടിനെ പറ്റി ലോക ചരിത്രത്തിൽ, നീതിന്യായ ചരിത്രത്തിൽ എവിടെയും ഒരു ജഡ്ജിന് എഴുതാൻ പറ്റുന്നതിലും മനോഹരമായ ജഡ്ജ്മെൻറ്റാണ്. ഫോർ ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ ഒരു വലിയ ജഡ്ജിൽ. ഫോർ ഹിസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആർട്ട് അതിമനോഹരമായ ഒരു ജഡ്ജ്മെൻറ്റാണ്. ഇതൊക്കെ ഇവിടുത്തെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിപ്പിക്കണം. നമ്മൾ അല്ല, ജഡ്ജ്മെൻറ്റുകൾ അത് ആദ്യം ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ പിന്നെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. ആദ്യം ഇതൊന്നും ആസ്വദിച്ച് രസിക്കണ്ടേ, എന്നാലത് ഓർമ്മയിൽ നിൽക്കും. ഇത് എടുത്ത് പറഞ്ഞു തുടങ്ങും നമ്മൾ. ഇവിടെ ഇത് പറയാത്തത് അല്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്തോ ബുദ്ധിപരമായ ഒരു കാര്യമാണെന്ന് മലയാളിക്കൊക്കെ തോന്നുന്നുണ്ടെന്ന്. ഇപ്പോൾ എല്ലാം നശിച്ചു, ഇടതുപക്ഷം നശിച്ചു, ജനാധിപത്യം നശിച്ചു, ഭരണഘടന നശിച്ചു, ഇങ്ങനെ എല്ലാ സാധനവും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ദുരന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ പ്രത്യേകിച്ചൊരു മെറിറ്റൊന്നുമില്ല.
ദുരന്തം പറയണം, ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. പറയണം. അപ്പം ദുരന്തം പറയണം. പക്ഷെ മറുവശത്ത് ഇതിനെതിരെ ആൾക്കാർ ശ്രമങ്ങൾ നടത്തുന്നുള്ളതിനെ നമ്മൾ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? ഇപ്പം ജസ്റ്റിസ് കൗളിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് കുട്ടികൾ വായിക്കേണ്ടതല്ലേ? അധ്യാപകർ അവർക്ക് നിയമവിദ്യാർത്ഥികൾ അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടതല്ലേ? അത് ഉണ്ടെങ്കിലല്ലേ അത് പ്രയോഗിക്കപ്പെടുകയുള്ളൂ. അത് അർഹിക്കുന്ന പ്രാധാന്യം അല്ലാതെ അത് പ്രയോഗിക്കണ്ടേ? അത് എന്തുകൊണ്ട് തെറ്റാണ്, അത് എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് വെറും പൊതു അഭിപ്രായ പ്രകടനമായിട്ടല്ല, നിയമപരമായിട്ട് ഉള്ള ശക്തിയോടുകൂടി അതിൻ്റെ അംശങ്ങൾ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു നിയമ വിദ്യാർത്ഥിക്കോ നിയമജ്ഞനോ കോടതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഇറ്റ് ഈസ് എ വെപ്പൺ വിച്ച് യു ഷുഡ് യൂസ്. നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടാവുന്ന ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ട്. അതൊരു പ്രശ്നമാണ്. അറിവല്ലേ നമ്മുടെ ആയുധം, നമ്മുടെ കയ്യിൽ മറ്റേ ആയുധമൊന്നുമില്ലല്ലോ. ഇതൊക്കെ അറിവിൻ്റെ ഭാഗമല്ലേ. ഈ സ്വാമിനാഥൻ എഴുതിയ ജഡ്ജ്മെൻറ്റും ജസ്റ്റിസ് കൗളോ ജസ്റ്റിസ് സ്വാമിനാഥൻ എഴുതുന്ന ജഡ്ജ്മെൻറ്റും അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയും കോടതി അതിന് മൂർച്ച കൂട്ടും, അങ്ങനെയൊക്കെയല്ലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. വേറെ നമുക്ക് നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ കാർട്ടൂണിസ്റ്റുകൾക്ക് ഒരു ഇന്ത്യൻനെസ് ആവശ്യമുണ്ട്. നമ്മൾ പല രാജ്യങ്ങളിലെ കാർട്ടൂണിസ്റ്റുകളെ നമ്മളിപ്പം അങ്ങനെ കാണാവോ? എങ്ങനെ അതിനൊന്ന് കാണാം? വിജയനൊക്കെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അത് അത് തേർഡ് വേൾഡ് കാർട്ടൂണിസ്റ്റാണ് വിജയൻ. അന്ന് വിജയൻ ആ ഒരു ഫേസ് മാറുകയാണ്. അത് മാറി അന്ന്. ഇപ്പോൾ അത് കൃത്യം മാറി. ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ റിഫോമോട് മിഡിൽ ക്ലാസ് പൊന്തി വരും. ഇപ്പോൾ ഈ മറുവേഷം നിൽക്കുന്ന നിർമ്മല സീതാരാമൻ വരെ മിഡിൽ ക്ലാസ്സിന് വേണ്ടി ഒരു ബജറ്റ് ഇപ്പോൾ എഴുതിയുണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്ക് ആ ഒരു എന്ന് വെച്ചാൽ ഇവിടെ ദാരിദ്ര്യം ഇല്ലയെന്നൊന്നും അല്ല. പക്ഷേ അങ്ങനെ ഒരു ഇന്ത്യൻനെസ് നമുക്ക് ബുദ്ധിമുട്ടാണ് കൊണ്ടു നടക്കാൻ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റിന് തനതായ ചില വർക്ക് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചില രീതികളുണ്ട്. അത് കാർട്ടൂൺ കലയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വിദേശത്ത് അമേരിക്കയിലോ ലണ്ടനിലോ ജർമ്മനിയിലോ ആണെങ്കിൽ ഒരു കൊല്ലം ഒരു കാർട്ടൂണിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന 5 or 6 വലിയ മുഖങ്ങളായിരിക്കും. പ്രസിഡൻറ്റ്, മറുവശത്തുള്ള ആൾ, അങ്ങനെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇവിടെ ആണെങ്കിൽ, USA UK അതുപോലെ ഒരു 10 ആൾ, പിന്നെ ലോകത്ത് അവിടെ ഇവിടെ അറിയപ്പെടുന്ന 3-4 നേതാക്കന്മാർ, 10 കൂടുതൽ പോവില്ല. നമ്മൾ 50-60 ആൾക്കാരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഒരു ദേശീയ ഞങ്ങൾ വിളിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകളോ പ്രാദേശിക കാർട്ടൂണിസ്റ്റുകൾക്കോ 30-40-50 മുഖങ്ങളും വ്യക്തികളെയും അങ്ങനെ വ്യത്യസ്തതയുള്ള രാഷ്ട്രീയ ധാരകളെയും കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഭയങ്കര മൾട്ടി പാർട്ടി സിസ്റ്റം. അത് കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല പരിശീലനമാണ്. ഈ 2 party സിസ്റ്റം ഒരു സെറ്റിൽഡ് പോളിറ്റിയാണല്ലോ അവിടെ. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് അങ്ങനെ അല്ല, അവിടെ അതുമില്ല. നമുക്ക് കുറച്ചുകൂടി ഫ്ലൂയിഡായിട്ടുള്ളൊരു രാഷ്ട്രീയം നമ്മൾ കൈകാര്യം ചെയ്യാൻ ഈ കല അതിനനുസരിച്ച് നമ്മുടെ വരയ്ക്കുന്ന ശൈലി. ഇപ്പോൾ ഗോപികൃഷ്ണൻ മലയാളത്തിൽ, VR രാഗേഷ് ഒക്കെ മലയാളത്തിൽ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകൾ മാസ്റ്റർ കാരിക്കേച്ചറിസ്റ്റാണ് ലോകത്തെല്ലായിടത്തുള്ളവരെക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ. വളരെ ചുരുങ്ങിയ വര കൊണ്ട് അവർ അത്രയും വ്യത്യസ്തതയുള്ള മുഖങ്ങളെ വരച്ച് ബലിപ്പിക്കുന്നുണ്ട് ഇന്നും, വളരെ വളരെ സുഗമമായിട്ട്. വലിയൊരു കഴിവാണ്. ഇപ്പോൾ മുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു. രാഷ്ട്രീയ മുഖങ്ങൾ കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. മുഖങ്ങളിൽ വരുന്ന മുഖങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപാട് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ആദ്യകാലത്തെ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത് അവിടെ വളരെ കുറേ കൂടി സ്വാഭാവികമായും ജനങ്ങളെ നേരിടാൻ കരുത്തുള്ള മുഖങ്ങളായിരുന്നു. അവർ മുഖങ്ങളെയല്ല അവർ ശ്രദ്ധിച്ചത്. ഇന്നിപ്പോൾ അതല്ല. ഇന്ന് വളരെ കൃത്രിമമായ മുഖങ്ങളുമായിട്ടാണ് രാഷ്ട്രീയ നേതാക്കൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതുണ്ടാക്കിയ മാറ്റം ഇതെങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്വാഭാവികമായിട്ട് നിങ്ങൾ അലട്ടിയിരിക്കുമല്ലോ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഇത് തന്നെ പറയാം. ഈ ഒരു കേരളത്തിൻ്റെ സംസ്കാരം വെച്ച് തുറന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ മലയാളത്തിലാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ ഗോപികൃഷ്ണൻ മുതൽ രാഗേഷ് വരെ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരുപാട് പേര്, രാജു നായർ അതിമനോഹരമായിട്ട് വരയ്ക്കുമായിരുന്നു, സുജിത്ത്, ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ അങ്ങനെ വരയ്ക്കുമായിരുന്നു. നിങ്ങൾ അവർ വരയിടം നോക്കിയിട്ടുണ്ടെച്ചാൽ നമ്മൾ മലയാളി ഇത് കൈകാര്യം ചെയ്തൊരു മിനിമലിസം വെച്ചാണ്. നമ്മളത് വളരെ വളരെ ഈ സങ്കീർണമായിട്ട് വിശദാംശങ്ങളോടുകൂടി വരയ്ക്കുന്നില്ല മുഖങ്ങൾ. വളരെ സ്റ്റൈല് മൊത്തം മിനിമലായി. അതിനൊരു പ്രധാന കാരണം തന്നെ ഞാൻ പറഞ്ഞ കാരണമാണ്. വൈവിധ്യമുള്ള മുഖങ്ങളായതുകൊണ്ട് അത് ഡീറ്റെയിൽസ് ഇല്ലാതെ ചുരുക്കിയിട്ട് ധാരാളം മുഖങ്ങളെ ചിലപ്പോൾ ഒരു ഫ്രെയിമിൽ കയറ്റേണ്ടിയും വരും. ഈ കൂട്ടുമുന്നണികളും കൂടിയാണല്ലോ നമ്മുടെ ഇഷ്യൂസ് ആകുമ്പോൾ. ഇവിടെ മുന്നണികളാണ് ഭരിച്ചത്. അപ്പോൾ പലപ്പോഴും ഒരുപാട് മുഖങ്ങളെ ഒന്നിച്ച് കയറ്റിട്ടുണ്ട്. ആദ്യകാല ശങ്കർ കാർട്ടൂണിലൊക്കെ നെഹ്റു പലരുടെയും ഒന്നാമൻ, ഈ പലരും ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർട്ടൂണിൽ 20-30 ആളുണ്ടാവും. കാരണം
ഒറ്റയ്ക്ക് എല്ലാവരും പ്രധാനികളാണ്. അതിൽ നിന്ന് നമ്മൾ ഇന്ന് കേരളത്തിലുള്ളതും അന്ന് ദേശീയ തലത്തിലുണ്ടായിരുന്നതുമായിട്ടുള്ള ആ ഒരു കൂട്ട് ഭരണ സംവിധാനങ്ങളിൽ നിന്ന്, കൂട്ടുകക്ഷി സംവിധാനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അത് പരിപൂർണമായിട്ട് പ്രൈം മിനിസ്റ്റീരിയലായത്. ഒരു ഭരണകർത്താവ് ഓൾമോസ്റ്റ് ഷീ ഡിസൈഡ്സ്, നോ വൺ എൽസ് ഡിസൈഡ്സ് എന്നുള്ള ലെവലിലെത്തി. പാർട്ടിയുടെ കാര്യങ്ങളും ഭരണകാര്യങ്ങളും സർക്കാരിൻ്റെ. അപ്പോഴത്തെ കാർട്ടൂണുകൾ കണ്ട ഈ ട്രാൻസിഷൻ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ കേന്ദ്രീകൃത സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ, ആ കാര്യത്തിൽ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അതിൻ്റെ ശരിയായ ആവർത്തനമാണ് ഇപ്പോൾ മോദിയുടെ കാലത്ത് നടക്കുന്നത്. ഇപ്പോൾ മോദി കഷ്ടിച്ചൊരു അമിത്ഷാ, രണ്ടുപേരേ ഉള്ളൂ. ഇവിടത്തേക്ക് ഇങ്ങനെ ചുരുങ്ങി ഈ അപ്പോൾ ഒരു വീരാരാധന, അപ്പോൾ അംബേദ്കറൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംബേദ്കർ പറഞ്ഞത് ഈ വ്യക്തി ആരാധനയാണ്. അപ്പോൾ ഏതാണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സംസ്കാരമാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ പ്രതിച്ഛായയിലുള്ള അമിതമായ ഒരു അവരവരുടെ അഭിരമിക്കുന്ന ഒരു രീതി. ഇത് ഇത്ര പ്രാധാന്യമില്ലാത്ത രണ്ടാം നിരക്കാരനും ചെയ്യും, മൂന്നാം നിരക്കാരനും ചെയ്യും. കാരണം ഒരിക്കലും ആ പണിയാണിത്. അപ്പോൾ അല്ല, അത് കാർട്ടൂണിസ്റ്റിനെ ബാധിക്കുന്നുണ്ടോ എൻ്റെ ചോദ്യം? ബാധിക്കും. കാരണം അത് ഈ രണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു നേതാവിൻ്റെ പ്രതിച്ഛായ ജനമനസ്സുകളിൽ പണ്ട് കാർട്ടൂണിസ്റ്റ് സൃഷ്ടിക്കുന്നതായിരുന്നു ഒരു കാലത്ത്. പണ്ടൊക്കെ 40-കൾ 50-കളിൽ നമ്മുടെ പത്രങ്ങൾ നോക്കിയാൽ, ന്യൂസ് പ്രിൻ്റിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ ടോണിലാണ് മുഖം പ്രിൻ്റ് ചെയ്യുക, ഫോട്ടോ. അതൊക്കെ കലഞ്ഞും മലഞ്ഞൊക്കെ ഇരിക്കും, കൃത്യത ഉണ്ടാവില്ല. വര കൊണ്ട് വരയ്ക്കുന്ന കാർട്ടൂണിൽ കൃത്യമായിട്ട് മുഖം അറിയും, വക്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും. അപ്പം പല രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ജനത്തിനുണ്ടായ പ്രാഥമികമായ ഒരു ഇമ്പ്രഷൻ തന്നെ കാർട്ടൂൺ വഴിയാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാർട്ടൂണിന് അങ്ങനെ ഒരു പണിയും കൂടിയുണ്ട്. കാർട്ടൂണാണ് ചുരുക്കത്തിൽ ഇപ്പോൾ EMS ആരാണെന്നോ AKG ആരാണെന്നോ നമ്മുടെ കരുണാകരൻ ആരാണെന്നോ പനമ്പള്ളി ആരാണെന്നോ ഒക്കെ ആദ്യം കാണിച്ചു കൊടുത്തത്. അത് ആ ഒരു കാലത്ത് അത് മാറിയിട്ടിപ്പോൾ ടെലിവിഷനിലാണ് നമ്മുടെ ഇമേജ് വരുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവർക്കറിയാം ടെലിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അണിഞ്ഞൊരുങ്ങി ടെലിവിഷന് വേണ്ടി ഉണ്ടാക്കുന്ന ഇമേജാണ്, ഫ്ലാറ്റാണ് ആ ഇമേജ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ കാരിക്കേച്ചർ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ വ്യക്തിയുടെ ഇമ്പ്രഷനെയാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പ്രൈമറി ഇമ്പ്രഷൻ ടെലിവിഷൻ തരുന്ന ഇമ്പ്രഷൻ, അത് വളരെ തേച്ച് മിനുക്കിയ ഒരു രൂപമാണ്. ആ തേച്ച് മിനുക്കിയ രൂപത്തിന് മിനുക്കുപണിക്കെതിരെയാണ് ഇപ്പോൾ കാരിക്കേച്ചർ നടക്കുന്നത്. അപ്പോൾ കാരിക്കേച്ചർ ചെയ്യുന്ന കാർട്ടൂണിസ്റ്റുകളോട് ഇന്നത്തെ ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പക കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ രാഷ്ട്രീയക്കാരുടെ മുഖങ്ങളിൽ വന്ന വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അവരുടെ മനോഭാവങ്ങളിൽ വന്ന വ്യത്യാസം ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ മനോഭാവങ്ങളിലെന്ന് പറയുമ്പം നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള വന്ന നെഹ്റു ആ ഒരു തലമുറയുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധി അതിനെ മാറ്റിയെടുത്ത് വേറൊരു തരത്തിൽ വന്നു. രാഷ്ട്രീയ നേതാക്കൾ ഭക്തി വരുന്നു, അല്ലെങ്കിൽ അധികാരത്തോടുള്ള ഇടതുപക്ഷത്തിൽ നിന്ന് പാർലമെൻ്ററി വ്യാമോഹം വരുന്നു, അതുണ്ടാക്കുന്ന കേന്ദ്രീകൃതമാവുന്നു, വ്യക്തി പ്രധാന കേന്ദ്രമായി മാറുന്നു. അങ്ങനെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്, ഇപ്പുറത്തെ രാഹുൽ ഗാന്ധിയുണ്ട്, കോൺഗ്രസ്സിലെ ആ ഒരു ഫാമിലി സർക്കിളിനകത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്ന അതിനെക്കുറിച്ചൊക്കെയുള്ള ആകാംക്ഷകൾ, അതെന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങോട്ട് നയിക്കും, അങ്ങനെയുള്ളതൊക്കെ. അല്ല, നമ്മൾ ദന്തം ചെയ്യുന്ന തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യണമല്ലോ. അതിനേക്കാളും കൂടുതൽ ആധികാരികതയൊന്നും കാർട്ടൂണിസ്റ്റിനില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു ആവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിലേക്ക് ഡൽഹിയിലെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിനും പാർട്ടിയുടെയും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ്. പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുമുണ്ട് പഴയ രീതിയിൽ നിന്ന്. അതാ പാർട്ടിയുടെ സ്ട്രക്ചറും പാർട്ടിയുടെ സ്വഭാവവും കോൺഗ്രസ്സിന് ഇല്ലാത്തത്ര കാഡർ സ്വഭാവമുള്ള ഒരു സംഘടനകൾ ഈ പാർട്ടിയുടെ പുറകിലുള്ളതുമൊക്കെ നമ്മുടെ ആകാംക്ഷ കൂട്ടുകയാണ് ചെയ്യുക, കുറയ്ക്കുകയാണ്. അത് ഈ കേഡർ സ്വഭാവമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കേഡർ സ്വഭാവമുള്ള 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് DMK നമ്മൾ കേരളത്തിൽ മിക്കവാറും എല്ലാ പാർട്ടികൾക്കും, കോൺഗ്രസ്സിന് കുറവാണെങ്കിലും ഒരു കേഡർ സ്വഭാവമുണ്ട്. കേഡറിനെ വെല്ലുവിളിക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സിനും ഉണ്ട് ഒരർത്ഥത്തിൽ ഇലക്ഷൻ സമയത്തെങ്കിലും ഒരു കേഡർ സ്വഭാവം. അത് മൊത്തത്തിൽ ഇതൊന്നും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ സവിശേഷതകളായിട്ടത് നമ്മൾ കണ്ടാൽ മതി. പക്ഷേ
ഇതൊക്കെ ഇതിനാനുപാതികമായിട്ട് ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെടും. അത് ഉറപ്പാണ്. നമുക്ക് തിരഞ്ഞെടുത്ത ദിവസം അടുത്ത് വോട്ട് ചെയ്യുന്ന ദിവസത്തിൻ്റെ ഇടയ്ക്കുള്ള കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ? നിത്യ ജീവിതത്തെ അത് ബാധിക്കും. ഒരു സാധാരണ മനുഷ്യനെ അത് ബാധിക്കും. ദുർബലനാണെങ്കിൽ കേരളമൊക്കെ ഉള്ള സ്ഥലത്ത് ദുർബലൻ ആരാന്ന് ചോദിച്ചാൽ വ്യക്തിയാണ് ദുർബലൻ. അസംഘടിതനായ വ്യക്തിയൊക്കെ കേരളത്തിൽ അതീവ ദുർബലനായിട്ട് ഇതുപോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല. 60 ഞാൻ പഠിച്ചെന്ന ഒരു നാട്ടിൽ പുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. പഠിച്ചത് പാലക്കാടൊക്കെയാണ്. അന്നൊക്കെ ഒരുപാട് ഒട്ടും ദരിദ്രന്മാരുണ്ട്, പലതരത്തിൽ പല പരിമിതികളുടെ ഇടയ്ക്ക് നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളൊരു ഇന്നത്തെക്കാളും ഇത്രയൊന്നും സമ്പന്നമല്ലാത്തൊരു കേരളമായിരുന്നു അത്. ഇത്രയും സൗകര്യങ്ങളില്ലാത്ത കേരളമായിരുന്നു. ഇത്രയും പൊതുവിജ്ഞാനമോ അറിവോ ഒന്നും ഇല്ലാത്ത കേരളം. അവിടെ പോലും ഒരു സാധാരണ വ്യക്തിക്ക് കിട്ടിയിരുന്ന ഭരണകൂടത്തിൽ നിന്നോ സമയമുള്ള മതിപ്പിൻ്റെ ഒരു 10% മതിപ്പ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാരോ പൊതുസ്ഥാപനത്തിൽ നിന്നോ ഒരു കേരളത്തിലെ ഒരു അസംഘടിതനായ ഒരു വ്യക്തിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്, വലിയ മാറ്റമാണ് എൻ്റെ കണ്ണിൽ. അത് കണ്ടില്ല എന്ന് പലരും നടിക്കുകയും വളരെ സങ്കീർണമായ പദാവലികൾ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്യും. വികേന്ദ്രീകരണം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അധികാരത്തെ വേറൊരു സംഘടിത രൂപത്തിൽ കൊടുക്കുകയും ചെയ്യുന്നു. സംഘടിക്കാതൊന്നും പറ്റില്ല. അതിൻ്റെയൊക്കെ ആവശ്യകതയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇത് ഇന്നത്തെ ടെക്നോളജിയും കൂടിയുണ്ട്. അതാണ് വേറൊരു കാരണം. പണ്ടുപോലെ മൂടി വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വ്യക്തിക്ക് പ്രതികരിക്കാൻ ഒരു സോഷ്യൽ മീഡിയ മതി. അപ്പോൾ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഭരണാധികാരിക്ക് പണ്ടത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഇപ്പോൾ അച്യുമേനൊക്കെ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ജില്ലാ ഭരണ സംവിധാനം എങ്ങനെ നടത്തി എന്നുള്ളൊരു സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഈ IAS IPS കാഡറുകളെ സമാന്തരമായിട്ട് റിപ്പോർട്ട് പ്രേരിപ്പിക്കുകയും അതുകൂടാതെ വല്ലപ്പോഴും ഓരോ ജില്ലയിൽ നിന്നും പല കാരണങ്ങൾക്കായി തന്നെ വന്ന് കാണുന്ന ആൾക്കാർ പൊതുവേ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കുകയും ചെയ്യുമായിരുന്നു. വെറും പരാതി പറയാൻ വരുന്നവരല്ല. അപ്പോൾ വരുമ്പോൾ ഒരു കാര്യം പറയുമല്ലോ, അവിടെ ഇങ്ങനെ സ്കൂൾ എങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന സാധാരണ സംഭാഷണത്തിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഇന്ന് നമുക്ക് ഈ ഡേറ്റയൊക്കെ വളരെ സമർത്ഥമായിട്ട് കയ്യിൽ കിട്ടും. ഇങ്ങനെ ആയിട്ട് പോലും ഇടതുപക്ഷവും സർക്കാരാണെങ്കിൽ പോലും ഏത് പക്ഷമായിക്കോട്ടെ ജനകീയ സർക്കാരുകളാണ് കേരളത്തിൽ. ജനങ്ങളുടെ അടുത്തൊക്കെ നിൽക്കാൻ താല്പര്യമുള്ള സർക്കാരുകൾ തന്നെയാണ്. അത് ജയിക്കില്ലല്ലോ കേരളത്തിൽ, മത്സരമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു സാധാരണ വ്യക്തി ഇത്രയും ദുർബലനായിട്ട് അസംഘടിതനായ ഒരു വ്യക്തിക്ക് ഒരു മൂല്യമില്ലാത്ത സമൂഹമാണ് കേരളം. പോലീസിൻ്റെ കണ്ണിലില്ല, ജില്ലാ ഭരണകൂടത്തിൻ്റെ കണ്ണിലില്ല, ഒരു ഭരണകർത്താവിൻ്റെ കണ്ണിലുമില്ല. എനിക്കറിയില്ല, എനിക്ക് ഉത്തരവില്ല. സംഘടിക്കാതെ നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. ഭാഗമായിട്ടേ പോകാൻ പറ്റും. പൗരൻ എന്നുള്ള രീതിയിൽ പൗരനൊന്നുമില്ല. പൗരൻ എന്നുള്ളത് തന്നെ ഒരു വേണ്ട. നമ്മളിപ്പോൾ ഞാൻ പറയും, ഇവിടെ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത നമുക്ക് ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട്. അവരൊക്കെ മനുഷ്യരല്ലേ. അവർക്കൊക്കെ നമുക്ക് മലയാളിയായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് തോന്നണമെങ്കിൽ ആ ഭാഷ പോലും സ്വന്തമല്ലാത്ത ഒരു പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് കേരളത്തെ പറ്റി എന്തായിരിക്കും തോന്നുന്നത് എന്നുള്ളത് കണ്ടറിയണം. മാത്രമല്ല ഇതിൻ്റെ ഈ വലിയ സ്ഥാപനങ്ങളോ ഭരണകൂടമോ ഒന്നും അല്ലെങ്കിൽ പോലും പല രീതിയിൽ സംഘടിക്കപ്പെട്ട മറ്റുള്ള ആൾക്കാരുടെ സമ്മർദ്ദവും കൂടി അസംഘടിതം സഹിക്കണം. ഇതൊരു പുതിയ വെല്ലുവിളിയാണ്. ഇതൊരു പുതിയ പ്രശ്നമായിട്ടെങ്കിലും ആൾക്കാർ കണ്ടുപിടിക്കാൻ നന്നായിരിക്കും. ഇതിനെതിരെ തർക്കിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞാൽ തർക്കിക്കും. ഇതിലിപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്പേസ് നമ്മൾ വികസിച്ചാൽ മാത്രമേ നമ്മൾ ഒരു മെച്ചപ്പെട്ടൊരു ഇന്ത്യ എന്ന് പറയുന്നൊരു സങ്കല്പം നമുക്കൊക്കെ ഉണ്ടല്ലോ. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ അറിയാം, രാഹുൽ ഗാന്ധിയുടെ പൊസിഷൻ അറിയാം. എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയൊക്കെ അറിയാം, ഞാൻ കൂടെ നടന്നിട്ടൊക്കെ ഉണ്ട്. അതെ അതെ. പക്ഷെ അതല്ല ഈ പട്ടാമ്പിയിലൊക്കെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മാർച്ചിലൊക്കെ കോമ്പറ്റൻ്റൊക്കെയാണ്. അതായത് കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് രാഹുൽ ഗാന്ധി. കഴിവുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ ഏതാണ്ട് എല്ലാ പാർട്ടികളിലും ഉണ്ട്. താനും ഉദ്ധവ് താക്കറെ ഒരു ചെറിയ പാർട്ടിയിലല്ലേ. രവന്ത് റെഡ്ഡിയുടെ വിജയം ഞാൻ കണ്ടതാണ്. ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചരണം കവർ ചെയ്തതാണ്. ലാലു പ്രസാദിൻ്റെ തേജസ്വി, അഖിലേഷ് യാദവ് ഒക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു പോളിറ്റീഷ്യൻ, ഒരു സംശയമില്ല.
ഇടതുപക്ഷം ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ഡിവൈഎഫ്ഐയിൽ ആ തലത്തിലൊക്കെ നല്ല നേതാക്കന്മാർ തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ പക്ഷേ ദേശീയ തലത്തിൽ സംസാരിക്കും, അല്ലല്ല ദേശീയ തലത്തിൽ സംസാരിക്കും ഇടതുപക്ഷം പറയേണ്ടതുണ്ടോ ഇനി? പറയണം. ശരി, പറയാതെ എന്തിനായിരിക്കും? DMK പറയാമെങ്കിൽ പറയും. ഞാനിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ കാണുന്നത് കേരളത്തിലെ ഒരു പ്രാദേശിക കേരളം വലിയ സ്ഥലമല്ല, കേരളത്തിലൊരു പ്രാദേശിക പാർട്ടിയാണ് എങ്കിലും കാണാമല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഇപ്പോൾ ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിലൂടെ തുടങ്ങിയ ഒരാൾക്ക് അത് കേരളത്തിലേത് മാത്രമായി ചുരുങ്ങിപ്പോയതിലൊരു എന്തെങ്കിലും ഒരു ആശങ്കയോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിപ്പോൾ നമുക്ക് അധികാരമൊന്നുമില്ലല്ലോ. നമ്മൾ വായിക്കുക, ഇതിനോട് പ്രതികരിക്കാനല്ലേ പറ്റുള്ളൂ. ഒരു പാർട്ടി എങ്ങനെ ആയിപ്പോയി എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അനുഭവിക്കാനേ നിവൃത്തിയുള്ളൂ. മാറുമെന്ന് പ്രതീക്ഷിക്കുക, നല്ല സാഹചര്യങ്ങളുണ്ടാവും. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ എന്ന് പറയേണ്ട ഭാവിയെക്കുറിച്ചോ അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചോ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിലെ ലോകത്തെ എല്ലായിടത്തും ഇടതുപക്ഷം താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പൊതുവെ ലിബറലായിട്ടുള്ള മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ചിന്തകൾ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധവിശ്വാസിയാണ് ഞാൻ. ശരി, വിശ്വസിക്കുന്ന അന്ധവിശ്വാസിയാണ്. അതിന് മറ്റ് കാരണങ്ങൾ ചോദിച്ചൊന്നും എനിക്കറിയില്ല. അതിനൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്ന ഈ ട്രംപ് പോലുള്ള സാധനങ്ങളാണ്. മുമ്പൊരു ട്രംപ് വന്നു, പിന്നെ പല പ്രശ്നങ്ങളും കഴിഞ്ഞ് ഒരു 10-12 ഈ നൂറ്റാണ്ടിൻ്റെ ഒരു 10-25 കൊല്ലത്തിൻ്റെ അകത്ത് വരുമ്പോൾ, അപ്പോൾ ഈ ദുരന്തം പറഞ്ഞ് ശീലിച്ചിട്ടുള്ള എനിക്ക് അനേകം സുഹൃത്തുക്കളുണ്ട്. അസാമാന്യ പ്രതിഭയുള്ളവരാണ് ഇതിലെല്ലാവരും. അവർ പലരും പറയുന്ന പ്രവചനങ്ങൾ തെറ്റുകയും അന്ധവിശ്വാസിയായ ഞാൻ പറയുന്നത് ശരിയാവുകയും ചെറിയ പരിമിത തലത്തിലെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തുടരുമെന്നാണ് എൻ്റെ വിശ്വാസം. ട്രംപിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? ട്രംപ് എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ്? പാഴൂർ പഠിപ്പരി ചെന്നാൽ പോലും പ്രവചിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പ്രവചനത്തിന് അതീതനാണ് അയാൾ. പക്ഷേ ഈ പൊതുവെ നമ്മൾ ഭയക്കുന്ന കാര്യങ്ങൾ ഒരു മാക്സിമൈസേഷൻ, ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കൊടുമുടി ഇയാളെത്തും. അത് മാക്സിമൈസേഷൻ ഇയാളുടെ കാലത്തുണ്ടാവും. അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ലല്ലോ, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഇത് 4 വർഷം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നമ്മൾ കണ്ടു നിൽക്കുന്നാൽ നമുക്ക് വിലപ്പെട്ട പാഠങ്ങൾ കിട്ടും. അതിനോട് സന്ധി ചെയ്യാൻ പോവുകയോ അതിന് ഉദാഹരണങ്ങൾ ഈ അടവ് നയം എന്നൊക്കെ ഇടതുപക്ഷം പറയുന്ന ചില അശ്ലീല പദങ്ങളുണ്ട്. അടവ് നയം പോലുള്ള സാധനങ്ങളുമായിട്ട് ഇറങ്ങുകയോ ചെയ്താൽ ദയനീയമായിരിക്കും. അതൊക്കെ ചെയ്യാതിരുന്നാൽ മാനം മര്യാദയ്ക്കുള്ളൊരു രാഷ്ട്രീയ ഒന്നിലേറെ മൾട്ടിപ്പിൾ പോളിറ്റി. ഒരേ രാഷ്ട്രീയം ഒരിക്കലും ഉണ്ടാവില്ല. പലർക്കും പല രാഷ്ട്രീയം രാഷ്ട്രീയ കാലാവസ്ഥ വളരെ മെച്ചപ്പെടുമെന്നാണ് എനിക്ക് ലോകത്തിൻ്റെ ഉറപ്പാണ്. കാരണം ആൾക്കാർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഭയപ്പെടുത്തി ഭരിച്ച അവിടം വരെ പോകുമെന്ന് മനസ്സിലാവും. അസാമാന്യമായ യുവശക്തി എല്ലായിടത്തും ഉണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആയിട്ട്. അവർ ട്രാൻസ്ജെൻഡർ ഒരു വലിയ അതീവ ക്രിയേറ്റീവ് ആൻഡ് പൊട്ടൻഷ്യലായിട്ട് സമൂഹത്തെ ഇല്ലാതാക്കി, അയാൾ ഇൻവിസിബിലൈസ് ചെയ്തു. ഇതൊക്കെ നടക്കില്ല. ഇതിപ്പോൾ ഒരു ജൂതനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് സമാനമായ ഒരു സാധനമാണത് ഹിറ്റ്ലർ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എതിരെ ഉള്ള രാഷ്ട്രീയം ക്ഷമയോടുകൂടി കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കിയിരുന്നാൽ നമുക്ക് നമ്മുടെ ചുറ്റും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ ഇൻസിഡൻ്റ് ജൂതനെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ജൂതൻ പാലസ്തീനിൽ എന്താ ചെയ്യുന്നത്? ലോകത്തിലെ വലിയ ജൂതനല്ല, ഒരു രാഷ്ട്രീയ നേതാവാണ് ചെയ്യുന്നത്. അതുണ്ടാക്കിയ ഇപ്പോൾ കാർട്ടൂണിൻ്റെ കാര്യം നമ്മൾ നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഗാർഡിയൻ്റെ കാർട്ടൂണിസ്റ്റിനൊക്കെ പുറത്തു പോകേണ്ടി വന്ന ഒരു അവസ്ഥ അതുണ്ടാക്കി. ലോകത്തിൽ ഇന്ന് ഇപ്പം നമുക്കാകെ പറയാവുന്നൊരു രാഷ്ട്രീയ, ഇപ്പം വിജയനൊക്കെ പറഞ്ഞ പോലെ കമ്മ്യൂണിസം, സോവിയറ്റ് യൂണിയൻ അതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഉള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കാർട്ടൂൺ ലോകമുണ്ട്. ഇവിടെ പോലും അത് ഇന്നിപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും ലോകത്തെ എല്ലായിടത്തും ആളുകളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് എത്തേണ്ട ഒരു വാർത്തയായിട്ട് നിൽക്കുന്നത് ഗാസയും പാലസ്തീനുമാണ്. അതെങ്ങനെയാണ് കാർട്ടൂണിൽ പ്രതിഫലിക്കുന്നത്, എങ്ങനെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ? ഉണ്ട്, പുറത്തൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ വിയറ്റ്നാമിനോട് നമ്മൾ ഇന്ത്യക്കാർ പ്രതികരിച്ച പോലെ അബുവ വിജയനോ പുരുസാറ് പ്രതികരിച്ചോ അല്ലെ ഇവിടുത്തെ കാർട്ടൂണിസ്റ്റുകൾ ഗാസയോടോ പാലസ്തീനോടോ പ്രതികരിക്കുന്നില്ല. അതായത് വ്യവസ്ഥാപിത കാർട്ടൂണിസ്റ്റ്. പക്ഷേ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ ക്യാമ്പസിലൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലർ വരയ്ക്കുന്നുണ്ട്, കോമിക്സ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ പ്രതികരിക്കുന്നുണ്ട് ഇതിനോട്. ഇപ്പം ജോസാക്കോ ഡൽഹിയിൽ വന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ ഉണ്ട്, അത് മുഴുവൻ ചെയ്തത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ജോസാക്കോനോട്, പാലസ്റ്റീനോടും ഗാസയും, ജോസാക്കോ ചെയ്ത ഏറ്റവും നല്ല വർക്ക് നേരത്തെ ഗ്രാഫിക് റിപ്പോർട്ടേഴ്സ് എന്നുള്ള പേരിൽ ബോസ്നിയ, പാലസ്റ്റീൻ, ഗാസ സ്ട്രിപ്പ് ഒക്കെ ചെയ്തത് ജോസാക്കോണ്.
ജോസാക്കോനെ മനസ്സിലാക്കി ആ ഷോ മുഴുവൻ കൈകാര്യം ചെയ്ത് നടത്താൻ ഈ ചെറുപ്പക്കാർക്ക് പറ്റിയിട്ടുണ്ട്. ഈ മിക്കവാറും ക്യാമ്പസൊക്കെ ആയിട്ട് ബന്ധമുള്ള പിള്ളേർ ഡൽഹിയിൽ. അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാർക്ക് ഇതിൽ താല്പര്യം ഇല്ല എന്നല്ല. കേരളത്തിന് പറ്റിയിട്ടുള്ളത് കേരളത്തിന് ഒരു അറിവിൻ്റെ കാര്യത്തിലോ അല്പജ്ഞാനത്തിൻ്റെ കാര്യത്തിലോ ഒരു സ്വയം പര്യാപ്തത വന്നിട്ടുണ്ട് കുറക്കാലമായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് മതി എന്നുള്ളൊരു തോന്നലുണ്ട്. പണ്ടും നമുക്ക് അങ്ങനെയല്ല, വലിയ മാറ്റം, വലിയ മോശപ്പെട്ട മാറ്റമാണ്. ഇപ്പം പണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാൽ നമ്മൾ ചാടി ഈ പുറകെ പോകും, എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇൻ്റർനെറ്റൊക്കെ ഉള്ള ഇക്കാലത്ത് പോലും ഒരു ക്യൂരിയോസിറ്റി വളരെ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ അകത്ത്. ഇതേ കുട്ടികൾ പുറത്തുപോയി പഠിക്കുമ്പോൾ മാറും. അതുകൊണ്ടാണ് പുറത്തുപോയി പഠിക്കുന്നതെന്ന് തോന്നുന്നു. അതിനകത്തൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പരിപൂർണമായിട്ടും കുറ്റപ്പെടുത്താനാണ്. കാരണം ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തനം നടത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ രാഷ്ട്രീയക്കാരനാണ്. കല്യാണത്തിനും മരണത്തിനും പോകുന്ന നമ്മൾ പരിഹസിച്ച് പറയുകയാണെങ്കിൽ പോലും അവന് സാമൂഹ്യമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. സെമീന്ദാരെ പോലൊന്നും അല്ല നടക്കുന്നത്. നടക്കണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെയല്ല നടക്കുന്നത്. അപ്പം ഇവർക്ക് ഇങ്ങനെ സോഷ്യലി ഇൻസെൻസിറ്റീവ് ആകാൻ പറ്റിയും പുതുതായിട്ടൊരു സാധനം മനസ്സിലാക്കാതിരിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ലത്. അവർ ഉത്തരവാദികളാണ്. അവർ കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ നശിപ്പിക്കുന്നതിൽ രണ്ട് മുന്നണികൾ ഉത്തരവാദികളാണ്. നിങ്ങൾ ഈ 30 കൊല്ലം ഉന്നത വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരാക്കി എടുക്കാൻ 100 കൊല്ലം എടുക്കും. സത്യമാണ്. ഇതൊക്കെ ഇവർ ചെയ്തതല്ലേ. അതെ അതെ, അതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. തീർച്ചയായിട്ടും ഈ കാർട്ടൂണിൻ്റെ ഒരു സംസ്കാരത്തിൽ കേരളത്തിന് നിങ്ങൾ അംഗീകരിക്കുമെന്നറിയില്ല, വലിയ മനുഷ്യർ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ശങ്കറുണ്ട്, അബു ഉണ്ട്, വിജയനുണ്ട്, ഇപ്പം നിങ്ങളുണ്ട്. എന്താണ് കാർട്ടൂണിസ്റ്റുകളുടെ ഒരു കേരളീയ പശ്ചാത്തലത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകത എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊരു യാതൊരു തൃപ്തികരമായ ഒരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു കാലത്തൊരു രാഷ്ട്രീയ സാക്ഷരത വളരെ മുമ്പേ വന്ന ഒരു സ്ഥലമായതുകൊണ്ടും അത് പൊളിറ്റിക്കലായിട്ടാണ് നമുക്കതൊക്കെ കിട്ടിയത്. നമുക്ക് സോഷ്യൽ റിഫോം വരെ ഏതാണ്ട് വളരെ പെട്ടെന്ന് പൊളിറ്റിസൈസ് ചെയ്ത് DMK ഒക്കെ ആണെങ്കിൽ ജാതിക്കെതിരെയുള്ള സമരമായിട്ട്, ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരമായിട്ട്, അങ്ങനെയുള്ള കുറേ ധാരകൾ വന്നാണ് അതൊരു രാഷ്ട്രീയ മൂവ്മെൻ്റ് ആവുന്നത്. നമ്മൾ പ്രൈമറി ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ നമുക്കിപ്പോൾ നേരത്തെ രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയത്തിലേക്കാണ് രാഷ്ട്രീയം വഴിയാണ് നമ്മുടെ സാമൂഹിക മാറ്റങ്ങളും ക്ഷേമ രാഷ്ട്രീയമൊക്കെ ഉണ്ടാക്കി പാർട്ടി. പിന്നെ അച്ചടി പാതിരിമാരെ കൊണ്ടുവന്ന് കുറേ കൺവേർജൻസ് ഒക്കെ ഉണ്ടായി. കാലം വിദ്യാഭ്യാസം നിലവാരം, അടിസ്ഥാന ലിറ്ററസി, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അതിൻ്റെ തുടർച്ചയായിരിക്കാം. ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, സഹിഷ്ണുതയുടെ ഒരു പ്രശ്നം എപ്പോഴും കാർട്ടൂണിസ്റ്റുകളും രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അധികാരവും തമ്മിലൊരു ബന്ധം ഉണ്ടാവുമല്ലോ. ഈ സഹിഷ്ണുതയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടോ? അത് അങ്ങനെ കാണുന്നത് അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലും പറയണം, ദേശീയ തലത്തിലും പറയണം. എങ്ങനെയാണ്? രണ്ടിടത്തും സഹിഷ്ണുതയില്ല. രണ്ടും ഈ അസഹിഷ്ണുത കൈകാര്യം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. കേരളം എപ്പോഴും മറ്റേതിൻ്റെ ഒരുപടി മുന്നോട്ടായതുകൊണ്ട് കേരളത്തിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ നേതാക്കന്മാർ നമ്മളെ തമസ്കരിക്കും, ഇല്ലാതാക്കും, പരിപൂർണമായിട്ട് അവഗണിക്കും. എനിക്കത് വളരെ ആരോഗ്യകരമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു കാര്യം അതിൻ്റെ കാരണം പറയാം. കാരണമുണ്ട്, ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നല്ല. മറ്റോടത്ത് മുഷിഞ്ഞാൽ അവർ നടപടിയെടുക്കും. തമിഴ്നാട്ടിലൊക്കെ പോലീസിനെ വിടും. ഇവിടെയൊക്കെ ചെയ്യും. അത് വേണ്ട, എപ്പോൾ ചെയ്യുന്നു നോക്കിയാൽ മതി. ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ രാഷ്ട്രീയക്കാരല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ തലത്തിലുള്ള ആൾക്കാർ, അവർ കോളേജ് പ്രിൻസിപ്പൽമാർ, അവർക്കൊക്കെ അസാമാന്യ അസഹിഷ്ണുതയുണ്ട് കാർട്ടൂണിനോട്. പല ഡിബേറ്റുകളിൽ നിന്നും പലതരം ചർച്ചകളിൽ നിന്നും UGC ഒക്കെ നടത്തുന്ന സെമിനാറുകളിൽ നിന്നൊക്കെ ഇത്ര നിഷ്കർഷയോടുകൂടി കാർട്ടൂണിസ്റ്റുകളെ മാറ്റിവെക്കുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആൾക്കാരാണ്. IITക്ക് പ്രശ്നമല്ല, IIMന് പ്രശ്നമല്ല, കുറച്ചുകൂടി വ്യവസ്ഥാപിതമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ല, മാത്രമല്ല അവർ ടെക്നോളജിയൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ, അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവിടെയൊക്കെ ഹ്യൂമാനിറ്റീസൊക്കെ ഇപ്പോൾ ഉണ്ട്. അത്തരം സ്ഥലങ്ങളിൽ കുറച്ചുകൂടി വ്യവസ്ഥാപിതമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന അവിടങ്ങളിൽ കാർട്ടൂണിസ്റ്റുകളെ വേണ്ട സമയത്ത് അവർക്ക് മടിയൊന്നുമില്ല. അവർക്ക് അതിൻ്റെ സ്വീകാര്യതയില്ലെന്ന് മാത്രമല്ല, ഇവിടെ തന്ത്രപരമായി മാറ്റിവെക്കും. ഇവിടെ കേറ്റില്ല. ഒരു പല പൊതു ഡിബേറ്റുകളിൽ നിന്നും കാർട്ടൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ മാറ്റിവെക്കും. അത് കുറച്ച് കാലമായിട്ട് നടക്കുന്നതാണ്. കാർട്ടൂൺ പെഡഗോഗിയിൽ ഒരു പ്രധാനപ്പെട്ട ഡിവൈസാണ് ലോകത്തെല്ലായിടത്തും. അത് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. ചില ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവുമായിരിക്കും മൊത്തത്തിൽ. പക്ഷേ മൊത്തത്തിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ മാറ്റിവെക്കും. അപ്പോൾ അസഹിഷ്ണുതയുണ്ട്. പിന്നെ അവർക്ക്
ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു വലിയ പ്രശ്നമാക്കി ഞാൻ എടുക്കാറില്ല, പ്രശ്നമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനസ്ഥിതി ഉള്ളൊരുത്തൻ്റെ കണ്ണിപ്പെടാതിരിക്കുന്നത് നല്ലത്. ഇവൻ നമ്മളെ അവഗണിക്കുന്നതാണ്. കാരണം ഇവൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ ഇവനുമായിട്ട് തർക്കിക്കും. അല്ല നമ്മൾ ഇവൻ എന്തെങ്കിലും പറയും, ഇവൻ ഈ വിദ്വാന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ എതിർക്കേണ്ടി വരും. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കുന്നു. ഇത്തരം മാനസികാവസ്ഥയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് തന്നെയാണ് അവർ ചെയ്യുന്നത്, അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ കേന്ദ്രത്തിൽ ഈ പറഞ്ഞ പോലെ ഈ കുറച്ചുകൂടി നിയമപരമായിട്ട് നമുക്കൊരു പിൻബലം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് ഒരാഗ്രഹമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലിൻ്റെ അതർവൈസ് മീഡിയയ്ക്ക് മൊത്തം ഈ മീഡിയ ചീത്ത പറയുന്ന ഒരു ഫാഷനായിട്ടുണ്ട് ഇപ്പോൾ. അതൊരു വലിയ ഫാഷനാണ്. പത്രം, മീഡിയാസ് എന്നാണ്, ചാത്തൻസ് എന്നൊക്കെ വീക്കാൻ പറഞ്ഞ എല്ലാവരും മീഡിയാസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു വാക്കുണ്ട് മലയാളം. അതൊക്കെ അതിനൊക്കെതിരെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊരു ഭേദപ്പെട്ട ജനാധിപത്യമാകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് അമെൻമെൻറ്റ് പോലൊരു സാധനം ചിലപ്പോൾ നിയമപരമായിട്ട് തന്നെ വേണ്ടി വന്നേക്കാം. ഇതുവരെ നമുക്കത് ആവശ്യമില്ല എന്ന് തോന്നിയിരുന്നു. കാരണം ആർട്ടിക്കിൾ 19 ബലത്തിൽ നമുക്ക് ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യം മതിയായിരുന്നു. ചിലപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ വല്ലതുമൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഒരു പക്ഷേ. കാരണം ഇതൊരു വലിയ പ്രൊഫഷനാണല്ലോ, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. അത് എഡ്യൂക്കേഷൻ പോലെയുള്ള വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരും. പ്രത്യേകിച്ച് കാർട്ടൂൺ 21ാം നൂറ്റാണ്ടിൽ സ്ഫോടകാത്മകമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്, വിനിമയ രൂപമാണ്, സാധ്യതയാണ്. അപ്പോൾ അത് ഒക്കെ പുറത്തൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇനി എപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ മാറുന്ന സമയത്ത് ഇത് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ ഇപ്പോൾ ശാസ്ത്രം ചെയ്യുന്ന ഒരു ശാസ്ത്രം, ഇപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരുത്തനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരുത്തനെ നിങ്ങൾ മതത്തിൻ്റെ കാര്യത്തിന് എതിർത്തു എന്ന് പറഞ്ഞ് എൻ്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുപോലെ കാർട്ടൂണിസ്റ്റിനെ അവൻ്റെ പണി ചെയ്യാനോ ആ മാധ്യമത്തെക്കുറിച്ച് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതിന് ചിലപ്പോൾ നിയമം വേണ്ടി വരും. പുതിയ കാലത്തിൻ്റെ ഒരു സവിശേഷത നമുക്കറിയാം, അറ്റൻഷൻ സ്പാൻ കുറയുന്നു ആളുകളുടെ. കാരണം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്, നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ചിന്തിക്കാനുള്ള ശേഷി, വായിക്കാനുള്ളതും ഒക്കെ കുറഞ്ഞു വരുന്നു. നമ്മൾ പൊതുവിൽ ജനറലൈസേഷൻ എടുക്കി അവിടെ കാർട്ടൂണിന് കുറേ കൂടി ബലവത്തായി ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അവിടെ ഒരു ടൈം സ്പാൻ കുറച്ച് മതി, ചിന്തയിലേക്ക് അവനെ കൊണ്ടുവരാൻ കഴിയും. കാരണം ചെറിയ വരകളിലൂടെയും വാക്കുകളിലൂടെയും ചിന്തിപ്പിക്കാൻ കഴിയും ഒരു ഇൻ്റലിജൻ്റായ മനുഷ്യരെ സംബന്ധിച്ച്. അങ്ങനെ കാർട്ടൂണിന് കുറേ കൂടി ഒരു ഭാവി കാണുന്നുണ്ടോ എന്നുള്ളത് അത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഗ്രാഫിക് നോവലൊക്കെ പോപ്പുലർ. പുതിയൊരു ഈ കോമിക് രൂപത്തിൽ ഒരു കെണിയാണ്. കാർട്ടൂണിന് ഈ കെണി ഒരുക്കാൻ പറ്റും. അതായത് വളരെ ലഘുവായിട്ട് രൂപം, കുറച്ച് വാക്കുകൾ, സ്പീച്ച് ബലൂണിലിട്ടാൽ ഈ കുട്ടികൾ പെട്ടെന്ന് അതിനോട് റിലേറ്റ് ചെയ്യും. ചെറുപ്പക്കാരെ കോമിക് മീഡിയത്തിന് അങ്ങനെ ഒരു ആകർഷണമുണ്ട്. വർത്തമാനം അവരത് സങ്കല്പിച്ച് ആ സാങ്കല്പിക ലോകത്തിലേക്ക് അവർ കയറിക്കഴിഞ്ഞാൽ എത്ര പേജുകൾ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ടെല്ലറാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ പ്രധാനപ്പെട്ട പല ഗ്രന്ഥങ്ങൾ നമ്മൾ ഇറങ്ങുന്ന സീരിയസ് ആയിട്ടുള്ള ബുക്സൊക്കെ ഇല്ലേ. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു ഗ്രാഫിക് നോവലുണ്ട്. ഗ്രാഫിക് നോവൽ വഴി സാധാരണക്കാരത് വായിക്കും, താല്പര്യമുള്ള ആൾക്കാർ കൂടുതൽ വായിക്കും. അങ്ങനെ ഈ ഗ്രാഫിക് എക്സ്പ്രഷൻ ഒരു ഭാഷയെ സുഗമമാക്കാനുള്ളൊരു ഒരു വഴിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഗ്രാഫിക് നോവൽ ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഉണ്ടാവണം. തീർച്ചയായിട്ടും അതുപോലൊരു ഇതാണ് ഈ നിങ്ങളെന്തായാലും ഹാസ്യം VKN കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ വായനയിൽ VKN, സഞ്ജയൻ, കുഞ്ചൻ നമ്പ്യാർ ഇതൊക്കെ വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ അങ്ങനെ വായിച്ചു വന്ന ആളാണ്. അതൊരു പ്രത്യേക തരത്തിൽ അത് വായിച്ചു ശരിക്കും വായിച്ചാൽ ഞാൻ മലബാറിലൊരു സാധാരണ ഗ്രാമത്തിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക, വീട്ടിൽ ആൾക്കാർ വാങ്ങിച്ചു വെച്ച പുസ്തകം വായിക്കുക, അധ്യാപകർ തരുന്ന സ്കൂളിൽ നിന്ന് പുസ്തകം വായിക്കുക. അങ്ങനെ നിറച്ച് കുഞ്ചൻ നമ്പ്യാർ വായിച്ചിട്ടുണ്ട്, നിറച്ച് സഞ്ജയൻ അടിമുടി വായിച്ചിട്ടുണ്ട്. അന്ന് സഞ്ജയൻ മലബാറിൽ മിക്ക വീടുകളിലും എല്ലാവർക്കും അറിയാം. സഞ്ജയൻ വായിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയത്തിലും താല്പര്യം കൂടുതലല്ലോ. ലോകരാഷ്ട്രീയമൊക്കെ സുന്ദരമായിട്ട് ആനിമൽ ഫാമിൽ പറഞ്ഞ കാര്യമൊക്കെ സഞ്ജയൻ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായി VKN നമ്മൾ ജീവവായു പോലെ വായിച്ചല്ലേ നമ്മളങ്ങനെ. അല്ലല്ല, അടിസ്ഥാനപരമായിട്ടൊരു കാർട്ടൂൺ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു അനാദരവിൻ്റെ ഒരു പ്രക്രിയയാണല്ലോ. അങ്ങനെ ഒരു അനാദരവിൻ്റെ ഒരു പ്രക്രിയ തുടർച്ചയായിട്ടുണ്ടാവുമ്പോൾ മാത്രമേ ജനാധിപത്യം വികസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനൊരു വലിയ തുടർച്ച ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളെന്ന രീതിയിൽ നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി ഈ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സംസാരിച്ചതിൽ വളരെ സന്തോഷം.